പുത്തമ്പള്ളി പെരുന്നാളിന് പോവാണ്. അമ്മി എന്താ ഭാഗത്തിന് FM-ൽ നല്ല നല്ല പാട്ടുകൾ വരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ വർഷത്തിന് ശേഷം റസീനെ കണ്ടെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കൊന്ന് മെസ്സേജ് ചെയ്തൂടെ? എനിക്ക് ഇപ്പൊ അതിനുള്ള മൂഡില്ല. ഞാൻ ആർക്കും ഇപ്പൊ മെസ്സേജ് ചെയ്യാറില്ല. ഈ വർഷം ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കണം മൂടില്ല. 2026 കൂടെ ഞാൻ എല്ലാരെയും തിരിച്ച് മെസ്സേജ് ചെയ്യാതെ കൊറേ കാലം കൂടി എന്റെ വ്ളോഗിൽ വരാനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റസിന് സൈലന്റ് ആയോ? അത് ശരിയാക്കി എടുക്കാം. അങ്ങനെ ഒരിക്കലും സമയമില്ല. ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ? 2 മിനിറ്റ് കഴിയുമ്പോ റസീന ഞാനും കൂടെ എവിടെന്നായിരുന്നു? ലത്തിപ്പള്ളിന്ന് തോമസ് വരെ നടപ്പോട് എന്റെ കാലൊക്കെ പൊട്ടിയെന്നിട്ട്. റസീന ഇന്നും ചിലപ്പോ നടക്കണ്ട. അല്ല ഇന്ന് തന്നെയാണല്ലോ പെരുന്നാള്. നീയാണിത് പറഞ്ഞത്. ഇന്ന് പെരുന്നാളല്ലേ റസീന? എനിക്കറിയില്ല. അല്ലെങ്കിൽ സാരമില്ല, നമ്മളൊന്ന് കറങ്ങിയിട്ട് കറങ്ങാം. റസീനക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷെ സന്തോഷം മാത്രം. അതെ അതെ. അപ്പൊ നമ്മള് പുത്തമ്പള്ളി പെരുന്നാളിന് പോവാണ്. ഒരു വർഷത്തിന് ശേഷമുള്ളൊരു മീറ്റപ്പാണ് ഇത്. പെട്ടെന്ന് അടിച്ചപ്പോ വേഗം വാങ്ങി കൊടുത്തു. രക്ഷപ്പെട്ടു. അതാണോ ഇതാണോ? ഏത് വേണം? ആദ്യം ഒന്ന് വേണോ രണ്ടാമതൊന്ന് വേണോ? രണ്ടും 1/2 കിലോ വീതം. ഇതാദ്യമായിട്ട് കാണുന്നത്.
ഞങ്ങൾ ബലൂണൊക്കെ വാങ്ങി. ദേവി നിക്ക് വെയിറ്റ് മമ്മിക്ക് ഞാൻ ഒരു ബലൂൺ വാങ്ങി. ചേട്ടാ ഒരു ഏത് കളറാണ് വേണ്ടേ? മമ്മിക്ക് മത്തങ്ങ ബലൂൺ വാങ്ങിത്തട്ടെ. ഏതാ വേണ്ടേ? അത് പൊട്ടാറായതാന്ന് തോന്നുന്നു, ഒരു സംശയം. മഞ്ഞ രസമുണ്ട് പക്ഷെ വീർപ്പിച്ച് കെട്ടിയതാണ്. ആ ഗ്ലേസിങ് കണ്ടറിയില്ലേ? അപ്പാ ഇത് മമ്മി അല്ല വ്യത്യാസം. ചൊവ്വാഴ്ച ദിവസം ഇവിടെ 4 കുർബാനയുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഉണ്ട്. നമ്മളെല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും വന്നിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ വന്നാൽ മതി. ഇങ്ങനൊന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഏകദേശം നമുക്ക് നടക്കണ പോലെ അല്ല. പെരുന്നാൾ കഴിഞ്ഞ് വന്നു. എവിടെ മമ്മി? എന്ത് മമ്മി? ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ മമ്മി? ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തരുമോ? എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിരുന്നു. കുറേ നാൾക്ക് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. എന്താണ് ഇത്ര കാലം കാണാൻ പറ്റാഞ്ഞത്? അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹീലിംഗ് പ്രോസസ്സിലായിരുന്നു. ഇന്നത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറ, ഇത് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ മോളുടെ ഫ്രണ്ടിനെ കണ്ടു. ആദ്യമായിട്ടല്ല. ഫ്ലാസ്കിൽ നിന്ന് കൊണ്ടുവന്ന എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായ കുടിച്ചു. എങ്ങനെയുണ്ട് റസീന ചായ? നല്ല ചായ. ആൻറ്റി ഉണ്ടാക്കിയതാ? അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയതാണ്. റസീനക്ക് കൊടുക്കേ ഇല്ല. ക്രിസ്റ്റീന കുക്ക് ചെയ്യല്ലേ? ഞാൻ ബ്ലോഗ് കണ്ടിട്ടുണ്ടല്ലോ. ഫ്രൈഡ് റൈസ് സോസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞത് ഇത് ഇവരുടെ കളറിന് നല്ല ഭംഗിയുണ്ടല്ലോ. ഫ്രൈഡ് റൈസിന്റെ കളറിന് നല്ല ഭംഗി. അപ്പം സോസ് ഇട്ടിട്ടായിരിക്കും. ചിലപ്പോ മമ്മി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഞാൻ ഇളക്കണ വീഡിയോ അതായത് ഞാൻ കിച്ചണില് ജോലി കിട്ടിയ പിന്നെ തീരെ പാത്രം കഴുകും. പാത്രം കഴുകാൻ ഇഷ്ടമാണ് കൃഷ്ണനെങ്കിൽ. പിന്നെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂഡ് വരണം. ആ മൂഡില് കുക്ക് ചെയ്യാൻ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, അതായത് ചേർക്കണ്ടാത്ത സാധനങ്ങളൊക്കെ ചേർത്ത് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അതായത് വെറൈറ്റി ട്രൈ ചെയ്യാം. എപ്പോഴും ഇങ്ങനെ അല്ലല്ലോ ചേർക്കണേ. അപ്പൊ ഒരു ചേർക്കാത്തൊരു സാധനം കൂടി ഇതിൽ ചേർത്താൽ എങ്ങനെയുണ്ടാവും നോക്കാന്ന് പറയും. അപ്പൊ അങ്ങനത്തെ പരീക്ഷണങ്ങൾ നമുക്ക് കിച്ചണിൽ ചെയ്യുമ്പോ ചിലപ്പോ എല്ലാവർക്കും കൂടെ കഴിക്കേണ്ടതല്ലേ. എല്ലാവർക്കും സഹിക്കാനുള്ള തൊലിക്കെട്ടിയും മനക്കെട്ടിയും ഉണ്ടാവില്ല. ക്രിസ്റ്റീന എനിക്ക് ഫോട്ടോസ് ഒക്കെ അയക്കണേ. അയക്കാം.
ഏഴായി നനയേ ഇണയായ ശലഭം പോലെ ഇണയായ ശലഭം പോലെ നീയും ഞാനും നാണം കൊണ്ട് നെഞ്ചിൽ താഴമ്പൂ തുള്ളി. ശരിയാ, നീ കേട്ടത് ശരിയാ. കാടളകി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. പുത്തമ്പള്ളി പെരുന്നാൾ. ഉള്ളത് മൊത്തം പഠിച്ചോണ്ട് വന്നിട്ട് അതിനതിലേക്ക് നടക്കാൻ പറ്റുമോ? തിരക്കല്ല വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ അധികം ഇല്ല, എല്ലാം കഴിയുന്നതിൻ്റെ വെടിക്കെട്ടൊക്കെ എന്നാലും വരുന്നതായിരിക്കും. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ സംഭവം പൂ വിരിയുന്നത്. ഞങ്ങള് സംസാരിക്കുന്ന നിങ്ങൾക്ക് കേക്കാലോ. ബുദ്ധനോടും കൂടെ അല്ലേ പറയണേ? വെടിക്കെട്ടുണ്ടല്ലോ. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പുത്തമ്പള്ളി പോയില്ലേ?